ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഈ വീഡിയോ കുറച്ച് ലെങ്ത് ഉണ്ടായിരിക്കും. നിങ്ങളെന്നിരുന്നാലും ക്ഷമയോടെ കേൾക്കുക. ഞാനിന്നീ പറയാൻ പോകുന്ന ഈ സംഭവം നടക്കുന്നത് എൻ്റെ ഒരു കോളേജ് വിദ്യാഭ്യാസ കാലത്താണ്. ഇത് പറയാനുള്ളൊരു കാരണം, ഞാൻ കഴിഞ്ഞ ദിവസം ഒരു മൂവി കണ്ടു. ആ മൂവിയിൽ ഞാൻ ഈ കടന്നുപോയ ഇതേ സിറ്റുവേഷൻ അതിൽ ചിത്രീകരിച്ചിട്ടുണ്ട്. അത് ഞാനുമായിട്ടൊന്ന് റിലേറ്റ് ആയതുകൊണ്ടാണ് നിങ്ങളോട് അതിപ്പോൾ ഒന്ന് പറയുന്നത്. ഇത് കേട്ട് കഴിയുമ്പോൾ എത്രത്തോളം നിങ്ങളത് ഉൾക്കൊള്ളും എന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ എന്നിരുന്നാലും ഞാൻ കണ്ട കാര്യം, ഞാനും എൻ്റെ ഒരു കൂട്ടുകാരിയും കണ്ട കാര്യം നിങ്ങളോട് പറയുന്നു. ഇതിൽ നിന്ന് ഞാനൊരു കാര്യം മനസ്സിലാക്കി. ഇത്രയും കാലത്തിനോടകം നമ്മുടെ ഈ പ്രപഞ്ചം എന്ന് പറയുന്നത് ഒരു കുറേ നിഗൂഢ സത്യങ്ങൾ ഒളിപ്പിച്ചു വെച്ചിട്ടുള്ളതാണ്. അതായിരുന്നു ഞാൻ അന്ന് ആ രാത്രിയിൽ മനസ്സിലാക്കിയത്. അപ്പോൾ ഞാൻ കാര്യത്തിലേക്ക് വരാം. ഞാൻ ഈ പറഞ്ഞ ഈ ഇൻസിഡൻറ്റ് അല്ല, അതൊരു അനുഭവമായിരുന്നു. അത് നടക്കുന്നത്, ഞാൻ പറഞ്ഞില്ല, എൻ്റെ ഒരു ഡിഗ്രി പഠനം പൂർത്തീകരിച്ച് കഴിഞ്ഞിട്ടൊരു പ്രൊഫഷണൽ കോഴ്സ് ഞാൻ ചെയ്യുമായിരുന്നു. പ്രൊഫഷണൽ കോഴ്സ് ചെയ്തൊരു 6 മാസം കഴിയുമ്പോൾ നമുക്ക് ഒരു 1 month ഓൺ ജോബ് ട്രെയിനിങ് വരും. അത് കമ്പൽസറിയാണ്. എവിടെയാണോ നമ്മളെ HOD വിടുന്നത് അവിടെ നമ്മൾ പോയേ ഒക്കുള്ളൂ. അങ്ങനെ എനിക്ക് വന്നത് തമിഴ്നാടാണ്. എനിക്കും എൻ്റെ കൂടെ ഉണ്ടായത് 4 കൂട്ടുകാരികൾ. അവർ മറ്റുള്ളവർക്കൊക്കെ കേരളത്തിൽ കിട്ടി. എൻ്റെ ഏറ്റവും അടുത്ത ഫ്രണ്ട്സിനൊക്കെ കേരളത്തിൽ കിട്ടി. പക്ഷേ ഇവരുമായിട്ട് ഞാൻ അത്ര ഫ്രണ്ട്സ് അല്ലെങ്കിലും എന്നാൽ ക്ലാസ്മേറ്റ്സ് ഇല്ലേ. അപ്പോൾ അത് കാരണം നമ്മൾ അങ്ങനെ ആ ഗ്രൂപ്പിൽ 5 പേര്, ഞങ്ങൾ 5 പേര് തമിഴ്നാടിന് പോകുന്നു. അവിടെ ചെന്ന് അവിടുത്തെ ഒരു കമ്പനിയിലാണ് നമുക്ക് ട്രെയിനിങ് വെച്ചിരിക്കുന്നത്. ആ കമ്പനി എന്ന് പറഞ്ഞാൽ വലിയ പേര് കേട്ടൊരു കമ്പനിയാണ്. ആ കമ്പനിയുടെ സ്റ്റാഫിന് എല്ലാവർക്കും അക്കോമഡേഷൻ അവിടെ തന്നെ കൊടുത്തിട്ടുണ്ട്, ദൂരെ നിന്നൊക്കെ വന്ന് ജോലി ചെയ്യുന്ന കാരണം. അപ്പോൾ അക്കോമഡേഷൻ കൊടുത്തിരുന്ന കാരണം അവരുടെ സ്റ്റാഫ് കോട്ടേജ് ആയിട്ടാണ്. അത് നമ്മുടെ ഇപ്പോൾ ഇവിടുത്തെ കേരളത്തിലൊക്കെ കാണുന്ന പോലെ 5-6 നിലയുള്ള ബിൽഡിംഗ് ആയിട്ടല്ല, തമിഴ്നാടല്ലേ. അപ്പം അത് ഞാൻ പോയ ആ ഒരു ഏരിയ എന്ന് പറയുന്നത് അത്യാവശ്യം ഒരു വലിയ പുരോഗമനം ഉണ്ടോ എന്ന് ചോദിച്ചാൽ പുരോഗമനമില്ല, എന്നാൽ പുരോഗമനം ഉണ്ട്. എന്നാൽ ഒരു വില്ലേജ് ഏരിയയുമാണ്. കുറച്ച് പ്രകൃതി രമണീയതയൊക്കെ ഉള്ളൊരു സ്ഥലമാണ്. കുറച്ച് ഫാമിങ്ങും കാര്യങ്ങളും ഒക്കെ ഉണ്ട്, അഗ്രികൾച്ചർ അതൊക്കെ ഉള്ള ഒരു ഭാഗമാണ്. നമ്മളവിടെ ചെന്ന് താമസിക്കുന്ന കോട്ടേജ് എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ഒരു തമിഴ് അഗ്രഹാരങ്ങളൊക്കെ ഇല്ലേ, ആ ഒരു മോഡലാണ്. അതിന് വലിയ കോമ്പൗണ്ട് വാള്, നല്ല ഒരു 2-3 പേര് നിന്നാൽ കാണത്തില്ല ഉയർന്ന അത്രയും ഉയരത്തിൽ കിട്ടിയ കോമ്പൗണ്ട് വാളിനകത്ത് നിരന്ന് ഓരോരോ റൂമുകൾ. അങ്ങനെയാണ് അത് കണ്ടു കഴിഞ്ഞാൽ ഒരു വീട്. അത് തന്നെ നമുക്കങ്ങനെ കോട്ടേജ് ആണോ അല്ലേ അതൊന്നും തോന്നത്തില്ല, ഫീൽ ചെയ്യത്തില്ല. അപ്പം നമുക്ക് അതിനകത്ത് ഇപ്പോൾ തുണി വിരിക്കുകയോ എന്ത് ചെയ്താലും പുറമേ ഒന്ന് നിൽക്കുന്നത് നമ്മുടെ ഒരു പ്രൈവസി കീപ്പ് ചെയ്യുന്ന രീതിയിലുള്ള ബിൽഡിങ്ങാണ്. അതിനോട് ചേർന്ന് തന്നെ ഒരു ചോളത്തിൻ്റെ വയലുണ്ട്. വളരെ മനോഹരം അത് കാണാം. അത് ഈ ചോളം പൂത്ത് നിൽക്കുമ്പോൾ എന്താ ഭംഗിയെന്നറിയാം. അതൊരു വെള്ള കളറിലൊരു പൂക്കളാണ്, നല്ല ഭംഗിയാണ്. അതേപോലെ തന്നെ അതിനോട് ചേർന്ന് വേപ്പും മരങ്ങൾ നിറച്ച് വെച്ചിരിക്കുക ഈ കോമ്പൗണ്ട് വാളിനോട് ചേർന്ന്. അപ്പോൾ എന്താ കാറ്റെന്നറിയാം. അത് അവരിങ്ങനെ സത്യം പറഞ്ഞാൽ ഈ ചെയ്യുന്ന എന്തിനാണെന്നറിയാം, അവർക്ക് ഈ ചൂടിനെ റെസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഇവരിത് ചെയ്യുന്നത്. ഇവരുടെ ഒരു കട്ടിലൊക്കെ എടുത്ത് പുറത്തിട്ടേക്കും. അതെന്ന് വെച്ചാൽ ഈ കയറൊക്കെ വരിഞ്ഞിട്ടുള്ളതാണ്. അതിലാണ് അവർ രാത്രിയിലും കിടന്നുറങ്ങുന്നത്. അപ്പോൾ പേടിക്കണ്ട, എന്നുവെച്ചാൽ പുറത്ത് കിടന്നും വേണേൽ ഉറങ്ങാം. കോമ്പൗണ്ട് വാൾ വളരെ ഉയരത്തിലാണല്ലോ. പിന്നെ എൻട്രൻസ് വരുന്നത് ഗേറ്റ് ഉണ്ട്, അത് പൂട്ടുകയും ചെയ്യും. അപ്പോൾ അതിനോട് ചേർന്ന് വേപ്പും മരങ്ങളുണ്ട്. അപ്പം വേറെ കുറച്ച് മാറി, കുറച്ചെന്ന് വെച്ചാൽ ഈ നമ്മുടെ ഈ അക്കോമഡേഷനോട് ചേർന്ന് തന്നെ ഒരു വലിയ കിണറുണ്ട്. ഈ കിണറെന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ കിണറല്ല, അതൊക്കെ എന്ന് പറഞ്ഞാൽ റൗണ്ട് ഷേപ്പിലുള്ള കിണറല്ല. ഈ പാറമട നമ്മൾ താഴേന്ന് കല്ലിട്ട് കെട്ടിയെടുത്ത് എങ്ങനെ ഇരിക്കും, അതേ വലുപ്പത്തിലുള്ള വലിയ കിണർ. ആ കിണറ്റിൻ്റെ ഒരു കോർണറിൽ കുറച്ച് വെള്ളമുണ്ട്. അതാണ് അത്യാവശ്യത്തിന് അടിച്ച് വെള്ളത്തിലേക്ക് കൊണ്ടുവരുന്നത്, പമ്പ് ചെയ്ത് കൊണ്ടുവരുന്നത്. അപ്പോൾ ഇത് നോക്കാനും എടുക്കാനായിട്ടൊക്കെ അവിടെ ഒരു സ്റ്റാഫുണ്ട്. ഒരു പമ്പ് റൂം ബോയ് ഉണ്ട്, ഒരു കൊച്ചു പയ്യനവന്. എനിക്കൊന്ന് 18 വയസ്സ് കാണും. അവർക്ക് അധികം ഒന്നും എഡ്യൂക്കേഷൻ ഒന്നും അവർ ചെയ്യുന്നില്ലല്ലോ. അപ്പോൾ അത് കാരണം ഒരു 10-18 വയസ്സുള്ളൊരു പയ്യനെയാണ് അതും ഏൽപ്പിച്ചിരിക്കുന്നത്. അവനൊക്കെ നമ്മളിപ്പം ടാങ്കിലെ വെള്ളമൊക്കെ തീർന്നു കഴിയുമ്പോൾ അവനോട് ചെന്ന് പറയുമ്പോൾ അവനത് അടിച്ചു തരും.
എന്തായാലും ആ ഒരു ഭാഗം ഈ പറഞ്ഞ ഞാൻ ഈ വേപ്പ് മരങ്ങളും ആ വേപ്പ് മരത്തിന് തറ കെട്ടിയിട്ട് ഒരു ആരാധനാമൂർത്തി, അത് തമിഴ്നാട്ടിലൊക്കെ പോയവർക്കറിയാം, അവിടെ എല്ലായിടത്തും അതിന് ഒരു ആരാധനാമൂർത്തിയെ വെക്കും. അതാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. നമുക്കിപ്പോൾ ഒന്ന് പ്രാർത്ഥിക്കാൻ, നമുക്ക് സ്വന്തമായിട്ട് പൂജയൊക്കെ ചെയ്യാം. അപ്പോൾ അതൊരു നല്ല ഒരു ആംബിയൻസാണ് ആ ഭാഗം. നമ്മുടെ ഈ സ്റ്റാഫ് അക്കോമഡേഷനോട് ചേർന്നാണത്. ഇതിത്ര ഞാൻ പറഞ്ഞെങ്കിലേ ഈ ഒരു കഥയിലേക്ക് വരാൻ പറ്റുള്ളൂ, അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഞങ്ങളവിടെ ചെന്നു. ഞങ്ങളുടെ ഷിഫ്റ്റൊക്കെ ഞങ്ങൾക്ക് 9 to 6 ആണ്. എന്നും ഞങ്ങളുടെ ഡേ ഡ്യൂട്ടി ആയത് കാരണം ഞങ്ങൾ ഡ്യൂട്ടി കഴിഞ്ഞ് ഞങ്ങൾ 5 പേരും വരുന്നു. നമ്മൾ ഓരോരോ ഡിപ്പാർട്ട്മെൻറ്റിലായിട്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും കിട്ടിയത്. അങ്ങനെ ഞങ്ങൾ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വൈകുന്നേരം വരും, കുളി കഴിയും, ഡ്രസ്സൊക്കെ വാഷ് ചെയ്തിടും. പിന്നെ ഒരു 7 o'clock ആകുമ്പോൾ നമ്മുടെ സ്റ്റാഫ് ക്യാൻറ്റീനുണ്ട്, അവിടെ പോയി ഫുഡ് കഴിച്ചിട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വെറുതെ ഇരിക്കുമല്ലോ. അന്ന് TV ഉണ്ട് അവിടെ, പക്ഷെ ഞങ്ങൾ കാണാൻ പോയില്ല. അത് തമിഴ്നാട്ടിലുള്ള ആൾക്കാർ അപ്പുറത്ത് താമസിക്കുന്നത്, അവിടുത്തെയൊക്കെ സ്റ്റാഫ്. അപ്പം നമ്മളുമായിട്ട് അത്ര ഒരു കമ്പനി അല്ലല്ലോ, നമ്മൾ പുതിയ ആൾക്കാരല്ലേ. അതുകൊണ്ട് ഞങ്ങൾ പോയി കാണാതിരിക്കത്തില്ല. അപ്പം ഞങ്ങൾ എന്ത് ചെയ്യും, ഈ ഞങ്ങളുടെ ഈ കോട്ടേജിന് വെളിയിൽ ആ കോമ്പൗണ്ട് വാൾ ഞാൻ പറഞ്ഞില്ലേ, അത് കടന്ന് ഞങ്ങൾ ഈ കിണറിൻ്റെ അരികിൽ പോയിരിക്കും. അങ്ങനെ ഞങ്ങളൊരു ദിവസം, ഞങ്ങളിപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു 10-18 ദിവസം കഴിഞ്ഞ് ഞങ്ങളവിടെ ചെന്നിട്ട്. അങ്ങനെ ഒരു രാത്രി ഞങ്ങൾ ഇതുപോലെ ഇപ്പോൾ ഇരുന്നൊരു 10-10:30 വരെയും ഞങ്ങൾ ഇരിക്കും കേട്ടോ. എന്നുവെച്ചാൽ വേറെ ജോലിയൊന്നും ഇല്ലല്ലോ, കഥകളൊക്കെ പറയും, സാറുമാരുടെ കുറ്റവും ഒക്കെ പറഞ്ഞ് ഞങ്ങളിരിക്കും. അന്നത്തെ ഒരു ദിവസം ഞങ്ങൾ 3 പേര് മാത്രമേ അവിടെ ഇരിക്കാൻ പോയുള്ളൂ. ബാക്കി 2 പേര് ഷോപ്പിംഗ് ഉണ്ടായിരുന്നു, അവർക്ക് പോകണമായിരുന്നു. അപ്പം ഞങ്ങളെ വിളിച്ചപ്പോൾ ഞങ്ങൾ ചെല്ലുന്നില്ല എന്ന് പറഞ്ഞു. അവർ 2 ഷോപ്പിങ്ങിനായിട്ട് പോയി. അവർ തിരിച്ചു വരുന്നിടം വരെ ഞങ്ങൾ വെയിറ്റ് ചെയ്യാമെന്ന് വിചാരിച്ച് ഞങ്ങൾ ഈ പറഞ്ഞ് ഞങ്ങളുടെ ഈ നല്ല ആംബിയൻസ് ഉള്ള അടുത്ത് പോയിരുന്നു. അങ്ങനെ ഞങ്ങൾ കുറേ നേരം ഇരുന്നു. 10:30 കഴിഞ്ഞിട്ടും ഇവരാരും വരുന്നില്ല. അപ്പം ഞാൻ പറഞ്ഞു, ഇനി നമുക്കൊരു 10 മിനിറ്റ് കൂടെ നോക്കിയിട്ട് നമുക്ക് തിരിച്ച് കയറി പോകാൻ, നാളെ ഡ്യൂട്ടി ഉള്ളേ, അവർ വന്നോളും എന്ന് പറഞ്ഞു. അപ്പം നല്ല തണുത്ത കാറ്റും അന്നത്തെ ദിവസം നല്ല നിലാവുള്ളൊരു രാത്രി. എന്ന് വെച്ചാൽ നമ്മൾ ഈ വീഡിയോയിലൊക്കെ കാണുന്ന പോലെ നീല രാത്രി എന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. എനിക്കിപ്പോഴും എൻ്റെ മനസ്സിലുണ്ട് നീല നിലാവ്. അത് ഈ ചോളമൊക്കെ പൂത്ത് നിൽക്കുമ്പം എന്താണെന്നറിയത്തില്ല, വളരെ മനോഹാരിതയായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു 10 മിനിറ്റ് കൂടെ ഒക്കെ ഞങ്ങൾ ഇരുന്നപ്പോഴത്തേക്ക് ഇവർ പുറത്ത് പോയ എൻ്റെ 2 കൂട്ടുകാരും വന്നു. അപ്പോൾ അവർ ഞങ്ങളുടെ അടുക്കളോട്ട് അവർ വന്നു എന്നൊന്ന് അറിയിച്ചിട്ട് അവർ പെട്ടെന്ന് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യാൻ പോയി. അപ്പം എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു കൂട്ടുകാരി, അവൾ പറയുന്നത് ഞാനിവിടെ പോകും അവരുടെ അടുക്കലേക്ക്, അവരെന്തെങ്കിലും ഫുഡ് വല്ലതും കൊണ്ടുവന്ന് നോക്കട്ടെ എന്നും പറഞ്ഞ് അവളും പോയി. ഞങ്ങൾ 2 പേര്, ഞാനും എൻ്റെ ഒരു വേറെ കൂട്ടുകാരിയും കൂടെ ഞങ്ങൾ അവിടെ ഇരുന്നു. അപ്പോൾ അവിടെ ഇരുന്നെന്ന് പറയാൻ ഞാൻ പറഞ്ഞില്ലേ, ഒരു കട്ടിലുണ്ട് അവിടെ, പുറത്തും അവരിട്ടിട്ടുണ്ട്. അപ്പോൾ ആ കട്ടിലയിലാണ് ഞങ്ങൾ ഇരിക്കുന്നത്. അങ്ങനെ എനിക്ക് തോന്നുന്നു അവിടുത്തെ ഒരു രാത്രി 11 o'clock ആയി. 11 o'clock എന്ന് പറയുമ്പം തന്നെ സത്യം പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഇപ്പോൾ അന്നത്തെ ആ സമയം നമുക്ക് ഭയമോ കാര്യങ്ങളോ ഒന്നും ഇല്ലല്ലോ, നമുക്ക് ടീനേജ് അല്ലേ. ഞങ്ങളിരുന്ന് ഞാൻ പറയുന്ന അവളെ പോയിട്ട് കാണുന്നില്ലല്ലോ, എന്നാൽ നമുക്കും പോകാമെടി എന്ന് പറഞ്ഞ് ഞങ്ങൾ എഴുന്നേൽക്കാൻ തുടങ്ങുമ്പോൾ ഈ കിണറില്ലേ, ഈ കിണറിന് എതിർവശം എന്ന് വെച്ചാൽ കിണറിൻ്റെ ഇപ്പുറ കരയിലാണ് നമ്മൾ നിൽക്കുന്നത്. വലിയ കിണറാന്ന് ഞാൻ പറഞ്ഞില്ലേ, അപ്പുറ കരയിൽ ഒരു രൂപം നിൽക്കുന്നു. ഒരു രൂപം എന്ന് പറഞ്ഞാൽ എനിക്ക് ഇപ്പോഴും അത് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമെന്നറിയില്ല. ഒരു വൈറ്റ്, ഒരു ഷർട്ടാണോ എന്നൊന്നും അറിയില്ല, ഒരു വൈറ്റ്, ഒരു ബോഡിയിൽ എന്തോ ഒരു തുണി പോലെ എന്തോ ഒരു വൈറ്റ് കളറിൽ അങ്ങനെ ഒരു രൂപം. അത് ഡ്രസ്സാണെന്ന് എനിക്ക് പറയാൻ പറ്റത്തില്ല. ആ വൈറ്റ് എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു വൈറ്റ് അല്ല, എന്തോ ഒരിത്. അപ്പം ആദ്യം ഞാൻ വിചാരിച്ചു പമ്പ് റൂമിൽ, അപ്പം ഞാനും കണ്ട് എൻ്റെ കൂട്ടുകാരിയും കണ്ട്. ഞാൻ ആദ്യം വിചാരിച്ചു പമ്പ് റൂമിലെ പയ്യനായിരിക്കുമെന്ന്. അപ്പം ഞാൻ അവൻ്റെ പേരെടുത്ത് വിളിച്ചു, അനക്കമില്ല. അപ്പം ഇവളും വിളിച്ചു, അനക്കമില്ല. അത്ര നമുക്കങ്ങ് ദൂരെ അല്ല, ഈ കിണറിൻ്റെ ഒരു ഡിസ്റ്റൻസ് ഉള്ളൂ. ഈ കിണർ സ്ക്വയറിലായത് കാരണം അപ്പുറത്തെ കരയിൽ നിൽക്കുന്നു, ഇപ്പുറത്തെ കരയിൽ ഞങ്ങൾ നിൽക്കുന്നു, അത്രേ ഉള്ളൂ. അത് അനക്കമില്ല. അത് കഴിഞ്ഞിട്ട് ഈ രാത്രിയിൽ എന്തായാലും അവിടെ ആരും വരാനില്ല, എല്ലാവരും ഈ പറഞ്ഞ മാതിരി ഗേൾസ്. നമുക്ക് മുഖമൊന്നും ഉണ്ടോ എന്നൊരു വ്യക്തതയില്ല, എന്തോ ഒന്നിങ്ങനെ. അപ്പം നമ്മളെ തന്നെ നോക്കി നിൽക്കുന്നു. ഞങ്ങൾ കുറേ നേരം, നമുക്ക് അന്ന് ഭയമില്ലെന്നുള്ളതാണ്, ഞങ്ങളും കുറേ നേരം നോക്കി നിന്നു. അന്നിതാണെന്ന് ഇപ്പം എൻ്റെയും അവളുടെയും ഉള്ളിൽ ആരെങ്കിലും ആണുങ്ങളായിരിക്കും, അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും കോലം കണ്ട് വെച്ചിരിക്കുന്നതായിരിക്കും എന്നൊക്കെയാണ് ചിന്തിച്ചത്. പക്ഷെ അതുവരെ അവിടെ ഒന്നും കണ്ടില്ല, ഞങ്ങളെല്ലാവരും ഇരുന്നതല്ലേ. പക്ഷേ
കുറേ നേരം നിന്നപ്പോൾ ഞങ്ങൾക്ക് പന്തികേട് തോന്നി. അയ്യോ ഇതെന്താ ഇത്, ഒന്നും ആരും എന്തൊക്കെയോ ഒരു അപശകുനം പോലെ തോന്നിയിട്ട് ഞങ്ങൾ പെട്ടെന്ന് തന്നെ അകത്ത് കയറി പോന്നു. പക്ഷേ ഈ നമ്മൾ തിരിഞ്ഞ് നടക്കുമ്പോഴും ഞങ്ങൾ തിരിഞ്ഞു നോക്കുന്നുണ്ട്, അതങ്ങനെ നിൽക്കുന്നു. അതെന്തോ താഴേക്ക് ഇപ്പം നമ്മുടെ ശരീരത്തിന്, ഇപ്പം നമ്മുടെ ഒരു ബോഡി ആണെങ്കിൽ കാലിൻ്റെ ഭാഗത്തേക്കൊക്കെ ഒരു ശൂന്യത, തലയുടെ ഭാഗത്തേക്കൊക്കെ ഒരു ശൂന്യത, ഒരു ഷർട്ടൊക്കെ കാറ്റിൽ പറന്നു വന്നാൽ എങ്ങനെ ഇരിക്കും അതേപോലെ. എന്ന് വെച്ചാൽ ഷർട്ടാ കണ്ടേന്നല്ല ഞാൻ പറയുന്നത്, അതേപോലെ എന്തോ ഒരിത്, എന്തോ എനിക്കറിയില്ല. എന്തായാലും ഞങ്ങൾ വന്ന് റൂമിൽ വന്ന് മറ്റുള്ളവരോട് പറഞ്ഞു. അവിടുമാരെല്ലാം ഞങ്ങളെ കളിയാക്കാൻ തുടങ്ങി, പൊട്ടിച്ചിരിയും കളിയാക്കലും. അവർ പറഞ്ഞു നിങ്ങൾ വല്ല കോലത്തായിരിക്കും കണ്ടത്, അങ്ങനെ ഇങ്ങനെ. നമുക്കറിയാമല്ലോ കോലം ഒന്നും അവിടെ ഇല്ലെന്ന്. എന്തായാലും ഞാനും അവളും ഇത് തന്നെ രാത്രിയിലൊക്കെ പറഞ്ഞ് കിടന്ന് പിറ്റേന്ന് രാവിലെ ഞങ്ങൾ ഓഫീസിൽ പോകുന്നതിന് കുളിക്കാൻ തുടങ്ങുന്നതിന് മുന്നേ തന്നെ ഞങ്ങൾ ആദ്യം അവിടോട്ടാണ് പോയത്. അവിടെ പോയപ്പോൾ അവിടെ അങ്ങനെ ഒരു കോലവും ഇല്ല. അതുമല്ല, അപ്പുറത്തെ ആ സൈഡ് ഞങ്ങൾ അന്നേരമാണ് കാണുന്നത്. അവിടെ ചെല്ലുമ്പോൾ ഈ കിണറിൻ്റെ ആ സൈഡിനോട് ചേർത്ത് തന്നെ ഇവർ മുള്ളുകമ്പി ഇട്ടിരിക്കുക. ഈ പാടം ഞാൻ പറഞ്ഞില്ലേ, ആ പാടവും ഈ കിണറും തമ്മിൽ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി ഒരു മുള്ളുകമ്പി ഇട്ടിരിക്കുക. അപ്പോൾ അവിടെ ഒരാൾക്ക് നിൽക്കാൻ പറ്റത്തില്ല, ആർക്കും നിൽക്കാൻ പറ്റത്തില്ല. അപ്പോഴാണ് ഞങ്ങൾ ആ സത്യം മനസ്സിലാക്കി. ഈശ്വര, ഞങ്ങൾ എന്ന് വെച്ചാൽ എനിക്ക് മാത്രമായിരുന്നേ ഓക്കെ, അത് ഇല്യൂഷനാന്ന് പറയാം. ഇതിപ്പോൾ ഞാനും അവളും ഒന്നിച്ചല്ലേ കണ്ടത്. അപ്പോൾ ഇന്നും ഞാൻ അതിനെ ഇങ്ങനെ ആലോചിക്കാറുണ്ട്. ഇടയ്ക്ക് ഞാൻ എൻ്റെ ആ ഫ്രണ്ടിനോട് ചോദിക്കും എന്തെങ്കിലും, അവൾക്കും ഇതേ ഒരു ഡൗട്ട് തന്നെ. അപ്പം ഞാനിപ്പോൾ പറയാൻ കാരണം, ഇന്നും നമ്മുടെ ഈ പ്രപഞ്ചത്തിൽ എന്തൊക്കെയോ രഹസ്യങ്ങളുണ്ടല്ലേ. അതെന്താണെന്നൊന്നും നമുക്ക് പറഞ്ഞറിയിക്കാനോ ഒന്നും പറ്റില്ല. അത് നമുക്ക് ഈ പ്രപഞ്ചത്തെ പഠിച്ചാലും തീരാത്ത സത്യങ്ങളൊക്കെ ഉണ്ട്. പണ്ടുള്ളവരൊക്കെ പറയത്തില്ലേ, ഒരു സമയം കഴിയുമ്പോൾ നമ്മൾ ഇങ്ങനെ ഇറങ്ങി നടക്കരുത് എന്നൊക്കെ പറയുന്നതിനകത്തൊക്കെ കാര്യങ്ങളുണ്ട്. അതിപ്പോൾ നമ്മളെ എന്താ പറയുന്നത്, ഈ സാരിയൊക്കെ ഉടുത്ത് ഷർട്ടും ഒക്കെ ഇട്ട് പേടിപ്പിക്കാൻ വരുന്ന ഗോസ്റ്റോ അങ്ങനെയൊന്നുമില്ല, എന്തൊക്കെയോ ഒരു ശക്തികൾ എവിടെയൊക്കെയോ ഉണ്ട്. അതൊക്കെ നമ്മൾ ചിലപ്പം എല്ലാവരുടെയും കണ്ണിലൊന്നും അത് പെടണമെന്നില്ല. അപ്പോൾ ഞാൻ അന്നാ കണ്ടത് അതേ ഒരു സിറ്റുവേഷൻ ഞാൻ ഈ മൂവിയിൽ ഇപ്പോൾ കണ്ടതുകൊണ്ട് ഞാൻ നിങ്ങളോട് ഇതിപ്പോൾ ഷെയർ ചെയ്തത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. ഞാനീ പറഞ്ഞതിനകത്ത് കുറച്ച് കാര്യങ്ങളൊക്കെ അവിടെ നടന്ന വേറെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ വീഡിയോയിൽ വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യാം. ഓക്കെ, താങ്ക് യു.